ഓട്ടോ എക്സ്പോ 2022 ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റാളിൽ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടായിരുന്നു. അതിൽ മറ്റൊരു വെറൈറ്റിയാണ് അൾട്രോസ് റേസർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എഡിഷൻ. ശരിക്കും ടാറ്റ മോട്ടോഴ്സിൻ്റെ പവലിയൻ വിസിറ്റ് ചെയ്ത സമയത്ത് ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.2 ലിറ്ററിലും 1.5 ലിറ്ററിലും ടാറ്റ പുതിയ TGDI എഞ്ചിനെ പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടി നല്ല രസമായിട്ട് തോന്നി. ഒരു പുതിയ സീരീസ് എഞ്ചിൻ. നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ടാറ്റയുടെ നമ്മളൊക്കെ പ്രിയപ്പെട്ട അക്ഷൽ സാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോൻ്റെ ഇടയിലൂടെ. ആ ഒരു വീഡിയോ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് എററായപ്പോൾ നമ്മളത് വീണ്ടും റീഷൂട്ട് ചെയ്താണ്. അപ്പോൾ താങ്ക് യു അക്ഷൽ സാൻ വിസിറ്റിംഗ് അവർ വീഡിയോ ആൻഡ് അവർ ചാനൽ. നമ്മുടെ കയ്യിലുള്ള അൾട്രോസിന്റെ പെർഫോമൻസ് എഡിഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അൾട്രോസ് റൈസർ എന്ന് പറയുന്ന മോഡൽ. അപ്പം ലുക്ക് വൈസ് ആ ഒരു ചേഞ്ചസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഡ്യുവൽ ടോൺ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് ബോണറ്റ് സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്റ്റിക്കർ വർക്കാണ്. എനിക്ക് തോന്നുന്നു അത് ആ ഒരു ലുക്ക് കൊടുക്കാൻ, ശരിക്കും പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫ്രണ്ട് ഫേസ് കൊടുക്കാൻ അത് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയൊക്കെ ആ ഒരു 2.0 ഡിസൈൻ ലാംഗ്വേജിൽ വന്നിട്ടുള്ളതാണ്. ഹെഡ് ലാമ്പ് അതുപോലെ തന്നെ DRL തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഫ്രണ്ടിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് എന്ന് പറയാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് മറ്റൊരു വ്യത്യാസം കൂടി ഇവിടെ റൈസർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങിനെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്കി കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ നമുക്ക് സൈഡിൽ പറയാനില്ല. ടയറും കാര്യങ്ങളും ഒക്കെ സെയിം തന്നെയാണ്. ബാക്കിയെല്ലാം തന്നെ ഏറെക്കുറെ ഓൾമോസ്റ്റ് സെയിം ടു നമ്മുടെ ഇതുവരെ കണ്ടിട്ടുള്ള അൾട്രോസിൽ തന്നെയാണ് എന്ന് പറയാം. ബാക്കിലേക്ക് വരുന്ന സമയത്തും സെയിം തന്നെയാണ്. റൈസർ ബാഡ്ജിങ് ഒന്നും തന്നെ ബാക്കിൽ കൊടുത്തിട്ടില്ല. സാധാരണഗതിയിലുള്ള ആ ഒരു സ്മോക്കഡ് ടൈൽ ലാമ്പ് യൂണിറ്റ്, അൾട്രോസിൻ്റെ ബാഡ്ജിങ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. സ്ട്രൈപ്സിന് ഇവിടെ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വ്യത്യാസം മുകളിൽ നോക്കുമ്പോൾ ഒരു വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കാൻ അത് സഹായിക്കുമെന്നുള്ളതാണ്. ഇത് ഡോർ തുറന്നു കഴിഞ്ഞാലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്പോർട്ടി സീറ്റുകളാണ് എന്ന് പറയാം. സ്പോർട്ടി സീറ്റിൽ വന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രൈപ്സ് പോലത്തെ ലൈൻ കണ്ടോ, നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് സ്ട്രൈപ്സ് പോലത്തെ ഒരു ലൈൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്ത് അതേ സ്ട്രൈപ്സ് ലൈൻസ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഒരു റെഡിഷ് ട്രീറ്റ്മെൻറ്റ് വാഹനത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാം. അത് ഇവിടെ AC വെൻറ്റിൻ്റെ ചുറ്റിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗിയർ നോബിൻ്റെ ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഒരു മാനുവൽ ട്രാൻസ്മിഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വന്നിട്ടുള്ള വലിയൊരു വ്യത്യാസമാണ് ഫുള്ളി ഡിജിറ്റൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. അതായത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും നമുക്കവിടെ കാണാം. ഫുള്ളി ഡിജിറ്റലാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. നൈസ്. സെൻറ്റർ ഭാഗം ഡിജിറ്റലും അപ്പുറത്തും ഇപ്പുറത്തും നമുക്കൊരു അനലോഗിൻ്റെ ഭാഗങ്ങൾ പോലെ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ അനലോഗ് അല്ല, ഡിജിറ്റൽ തന്നെയാണ് ക്രമീകരിച്ചത്. പിന്നെ നമുക്കൊരു സൺറൂഫും ഓക്കെ ഹായ് ഒരു സൺറൂഫും ഈ വാഹനത്തിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ബട്ടൺ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ്. നൈസ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര മാത്രമാണ് അൾട്രോസ് റൈസറിൻ്റെ അകത്ത് വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അൾട്രോസ് റൈസർ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ നെക്സോണിൽ കണ്ടിട്ടുള്ള 120 PS കരുത്തുൽപാദിപ്പിക്കുന്ന ഒരു ഹൃദയമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയാം. ടാറ്റ അൾട്രോസിൻ്റെ റൈസർ എന്ന് പറയുന്ന എഡിഷനെ വളരെ പെട്ടെന്ന് പരിചയപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓട്ടോ എക്സ്പോയിൽ നിന്നുള്ള വളരെ പെട്ടെന്നുള്ള ഒരു സ്നീക്ക് പീക്ക് മാത്രമായിട്ട് ഇതിനെ കണ്ടാൽ മതി. മറ്റൊരു അവസരത്തിൽ ഇത് ഡ്രൈവ് പെർഫോമൻസും ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ വിശേഷങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.